ഓക്കെ, ഇപ്പോൾ ക്ലാസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ബേസിക്കലി ഇക്വലൻസ് റിലേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കറക്റ്റായിട്ട് അത് കണ്ട് മനസ്സിലായതിനു ശേഷം ഇങ്ങോട്ട് വരിക. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 to 3 4 up till 14 defined as r is equal to xy such that 3x minus y is equal to 0. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെയാണ് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയേ, ഫസ്റ്റ് വൺ ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് അല്ല, റിലേഷൻ ഈസ് ഈക്വൽ ടു, ഇതിനകത്തൊരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത് 3x minus y is equal to 0. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളും വൈകളും എഴുതുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് ആദ്യത്തെ എക്സ് രണ്ടാമത്തെ വൈ വേർ 3x minus y is equal to 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡീകോഡ് ചെയ്തെടുത്തല്ലോ. ഇനി അത് ചെയ്താൽ മാത്രം മതി. ഇനി നോക്കിയേ, ആദ്യത്തെ എക്സ് 1. ഇപ്പോൾ ഈ റിലേഷൻ ഇൻ ദ സെറ്റ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺ ദ സെറ്റ്, ഇൻ ദ സെറ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓൺ ദ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് എ ആണ് നോക്കേണ്ടത്. ഓക്കെ, 1 to 14 ഇൻറ്റു 1 to 14. ശരി, റിലേഷൻ എക്സ് ആദ്യം എഴുതണം. അപ്പോൾ എക്സിൽ 1 കൊടുക്കുമ്പോൾ 3 into 1, എക്സിന് 1 കൊടുക്കുമ്പോൾ ഞാൻ ഇവിടോട്ട് എഴുതുവാണേ. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 into 1 minus y is equal to 0. 3 minus y is equal to 0. വൈയുടെ വില കിട്ടി 3. അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വില കിട്ടി 3. ഓക്കെ, അടുത്ത വാല്യൂ ഏതാ? 2. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വില എന്ത് കിട്ടും? എക്സിന് 2 കൊടുക്കുമ്പം 3 into 2 minus y is equal to 0. 6 minus y is equal to 0. വൈയുടെ വില രണ്ടാമത്തെ കിട്ടി 6. അപ്പോൾ എക്സിന് 2 കൊടുത്തപ്പോൾ വൈയുടെ വില 6. 3 ആണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. 3 ആണെങ്കിൽ ഇൻറ്റു 3 times 9. 4 ആണെങ്കിലോ ഇൻറ്റു 3 times 12. 5 ആണെങ്കിലോ ഇൻറ്റു 3 times 15. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിൽ 14 വരെ ഉള്ളൂ, 15 ഇല്ല. അപ്പം നമുക്ക് ഈ ഒരു എലമെൻ്റ് എടുക്കാൻ പറ്റത്തില്ല. മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇത്രയും എലമെൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, ഇത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ ചോദിക്കുന്നത്. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എ എന്നുള്ളത് ആറിലുണ്ടെങ്കിലാണ് നമുക്കത് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മുതൽ 14 വരെ ഉണ്ട്. അപ്പോൾ 1 1 2 2 3 3 4 4 up till 14 ആറിലുണ്ടാകണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ 1 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, മാത്തമാറ്റിക്കലി എഴുതുന്നതിന് മാർക്കുണ്ട്. 1 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ, സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് നോക്കിയേ, ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഒരു കാര്യം ആ സെറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും അതിനകത്ത് കാണും. ഇവിടെ 1 3 എന്ന് പറയുന്നത് ആറിലുണ്ട്, പക്ഷെ എന്തില്ല? 3 1 എന്ന് പറയുന്നത് ആറിലില്ല. ഇങ്ങനെ തന്നെ എഴുതണം. 1 3 ഈസ് എലമെൻറ്റ് ഓഫ് ആർ ബട്ട് 3 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ, സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് അല്ല. അവസാനത്തെ നോക്കിയേ, 1 1 3 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, 3 9. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ, 1 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് 3 9 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? നമുക്കറിയാം 1 9 എന്നുള്ള എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ബട്ട് 1 9 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 1 9 ആറിലുണ്ടോ? ആറിലില്ല, സോ നോട്ട് ട്രാൻസിറ്റീവ്. 1 3 ഉണ്ട്, 3 9 ഉണ്ട്, 1 9 ഇല്ല. കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നോക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെറ്റ് ആർ ബി എ റിലേഷൻ ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഓൺ ദി സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ അത് n ക്രോസ് n എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഡിഫൈൻഡ് ആസ് ആർ എക്സ് വൈ എന്ന ഫോമിൽ എക്സ് എലമെൻ്റ് ആദ്യം, വൈ എലമെൻ്റ് രണ്ടാമത്, സച്ച് ദാറ്റ് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. സൂക്ഷിച്ച് നോക്കണേ, y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആദ്യത്തെ കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്താ? എക്സ് ലെസ് ദാൻ 4. എക്സ് പ്ലസ് വൈ, വൈ ഈസ് ഈക്വൽ എക്സ് പ്ലസ് 5, എക്സ് ലെസ് ദാൻ 4. എക്സ് ലെസ് ദാൻ 4 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതുക. ഏതൊക്കെയാണ് അത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വില 1 ഇട്ട് കൊടുക്കുമ്പം എക്സിൻ്റെ വില 1 ഇട്ട് കൊടുക്കുമ്പം വൈയുടെ വില എന്തായിരിക്കും? 6. അടുത്തത് എക്സിൻ്റെ വില 2 ഇട്ട് കൊടുക്കുമ്പം എക്സിൻ്റെ വില
2 ഇട്ട് കൊടുക്കുമ്പം വൈയുടെ വില എന്തായിരിക്കും 7. അടുത്തത് എക്സിൻ്റെ വില 3 ഇട്ട് കൊടുക്കുമ്പോൾ 3യുടെ വില ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും 8. 4 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ആണെങ്കിൽ 4നേക്കാൾ ചെറുതായി ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ റിലേഷൻ. അപ്പോൾ ഓരോ തവണയും നമ്മൾ റിലേഷൻ ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു. ഈ റിലേഷൻ 1 1 ആണോ? അല്ല. എന്തുകൊണ്ടാണ്? എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഏതെങ്കിലും ഒരു ഇല്ല 1 1 2 2 3 3 4 10 10 ഫോർ എക്സാമ്പിൾ 10 10 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ നോട്ട് എന്താ റിഫ്ലെക്സീവ്. 100 100 ഒന്നും വേണേൽ പറയാം കേട്ടോ, എൻ ആയതുകൊണ്ട്. അടുത്തത് എന്നാ സിമെട്രിക് ആണോ എന്നുള്ളത്. 1 6 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ, ബട്ട് 6 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ നോട്ട് സിമെട്രിക്. ഇങ്ങനെ തന്നെ എഴുതണം. അടുത്തത് 6 തീരുന്ന വേറെ ഏതെങ്കിലും നമ്പറോ? ഇല്ല. 2 7 7 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ? ഇല്ല. 3 8 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ? ഇല്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയാൻ പറ്റും? സോറി ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇത്രയും കാര്യത്തിനകത്ത് നമുക്ക് 1 6 തുടങ്ങുന്ന വേറൊരു നമ്പറില്ല. ഓക്കെ. 2 7 തുടങ്ങുന്ന വേറൊരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതില്ല. 3 8 തുടങ്ങുന്ന വേറൊരു നമ്പറില്ല. അപ്പോൾ ഇവിടെ ഒരു ഞാൻ പറഞ്ഞു റിലേഷൻ ആൻഡ് ഫങ്ഷൻസിനകത്ത് ഒരു കാര്യം തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സാധനമാണ് കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ. കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എന്നത്. ഇപ്പം കൗണ്ടർ എക്സാമ്പിൾ റിഫ്ലെക്സീവിന് കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. സിമെട്രിക് ആണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. ട്രാൻസിറ്റീവ് ആണെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കൗണ്ടർ എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയില്ല. 1 6 തുടങ്ങുന്ന വേറെ നമ്പറില്ല. 2 7 തുടങ്ങുന്ന വേറെ ഇല്ല. 3 8 തുടങ്ങുന്ന വേറെ ഇല്ല. സോ വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അതെങ്ങനെ എഴുതാൻ പറ്റും? ഡെഫിനിഷൻ: എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയുക. ഓക്കെ, കാര്യം പിടികിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആട്ടോ കൗണ്ടർ എക്സാമ്പിളിൽ ഇനിയും ആവശ്യം വരും. ആർ ഇസ് എ റിലേഷൻ ഓൺ സെറ്റ് എ 1 2 3 4 ആസ് ഡിവിസിബിൾ ബൈ എക്സ് വൈ എന്ന് എഴുതിയാൽ മതി. എന്താണ്? വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. രണ്ടാമത്തെ എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ തന്നെ തുടങ്ങാം. 1 1 ശരിയല്ലേ? 1 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞേ 1 2 ശരിയല്ലേ? 1 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 2 by 1 പറ്റുമല്ലോ. അതുപോലെ അങ്ങനെയാണെങ്കിൽ ബാക്കി എലമെൻ്റ് എല്ലാം പറയാമല്ലോ. 1 3 1 4 1 5 1 6. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി 2 1 പറ്റത്തില്ലല്ലോ. 1 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ ഉദ്ദേശിക്കുന്നത് ഡിവിസിബിൾ എന്ന് പറയുന്നത്. അപ്പം 2 1 പറ്റത്തില്ല. 2 2 പറ്റും. പിന്നെന്ത് പറ്റും? 2 4 പറ്റും. 2 6 പറ്റും. 6 by 2 പറ്റും. 4 by 2 പറ്റും. ഓക്കെ. അടുത്തതിന് എന്താ? 3 1 ഇല്ല, 3 2 ഇല്ല, 3 3 3 4 ഇല്ല, 3 6 കഴിഞ്ഞേ. ഇനി 4 കൊണ്ട് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 4 1 ഇല്ല, 4 2 ഇല്ല, 4 3 ഇല്ല, 4 4 ഉണ്ട്. 4 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 5നെ ആണെങ്കിൽ 5 5 ഉണ്ട്. 6നെ ആണെങ്കിൽ 6 6 ഉണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. റിഫ്ലെക്സീവ് ആണോ? യെസ്, ഇത് റിഫ്ലെക്സീവ് ആണ്. 1 2 3 4 5 6 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം മസ്റ്റായിട്ട് 1 1 2 2 3 3 4 4 5 5 6 6 എലമെൻറ്റ് 6 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. അപ്പം ഡെഫിനിഷൻ എഴുതുക. എന്താ ഡെഫിനിഷൻ? എ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണെങ്കിൽ എ എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് ആർ implies it is reflexive. സോ അപ്പം ഞാൻ പറഞ്ഞു ഒരു സാധനം ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ, ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് എഴുതി വെക്കണം? ഡെഫിനിഷൻ എഴുതി വെക്കണം. അല്ല എന്ന് കാണിക്കാനാണെങ്കിലോ കൗണ്ടർ എക്സാമ്പിൾ എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് എന്താ വേണ്ടത്? ഇത് സിമെട്രിക് ആണോ എന്നുള്ളത്. ഇത് സിമ്പിളായിട്ട് പറയാമല്ലോ. ദേ ഒരു എക്സാമ്പിൾ 1 3 ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ, ബട്ട് എന്തില്ല? നമുക്കറിയാം 3 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ. അടുത്തത് ട്രാൻസിറ്റീവ് എങ്ങനെ പറയാൻ പറ്റും? അതിലും എളുപ്പം
ഓരോന്ന് ചെക്ക് ചെയ്യുക. 1 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പം കമ്പൈൻ ചെയ്യുമ്പോൾ 1 2 അതിലുണ്ട്. അടുത്തത് 1 2 ഉണ്ട്, 2 തുടങ്ങുന്ന ഏതാണ്? 2 2 കമ്പൈൻ ചെയ്യുമ്പം 1 2 ഉണ്ട്. 1 3 ഉണ്ട്, 3 തുടങ്ങുന്നത് 3 3 ഉണ്ട്, 3 6 ഉണ്ട്, 4 4 3 6 ഉണ്ട്. അത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും 1 3 3 3 ഉണ്ട്, 3 3 1 3യും 3 6 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 6 ഉണ്ട്. അടുത്തത് 1 2 2 4 കമ്പയർ ചെയ്യുമ്പോൾ 1 4 ഉണ്ട്. 1 2 2 6 കൂടെ 1 6 ഉണ്ട്. 1 4 4 4 1 4 4 1 4 ഉണ്ട്. 1 4 വേറെ ഒന്നുമില്ല. 1 5 5 5 1 5 ഉണ്ട്. 1 6 6 6 ഉണ്ട്. വേറെ 2 2 2 തുടങ്ങുന്ന വേറെ ഒന്നുമില്ല. 2 4 4 തുടങ്ങുന്നത് 2 4 4 4 2 4 ഉണ്ട്. 2 6 6 6 2 6 ഉണ്ട്. 3 3 3 6 കൂടെ ചെയ്യുമ്പോൾ 3 6 ഉണ്ട്. 3 6 6 6 ഉണ്ട്. 4 4 ഓക്കെ. നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെ പറയണം? AB element of R and BC is also an element of R implies എന്താ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന AC is also an element of R, that is it is transitive എന്ന് പറയാൻ പറ്റും. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ. ഓൺ ദ സെറ്റ് എ 1 2 3 4 5 6 ആസ് AB റിലേഷൻ കണ്ടുപിടിക്കണം. AB such that B is equal to A plus 1 is reflexive, symmetric or transitive. B രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ A plus 1. അപ്പൊ ആദ്യത്തത് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ എന്ത് വരും? 1 plus 1, ബിയുടെ വാല്യൂ 2. എയുടെ വാല്യൂ 2 കൊടുക്കുമ്പം എയുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ 3. എയുടെ വാല്യൂ 3 കൊടുക്കുമ്പം ബിയുടെ വാല്യൂ 4. എയുടെ വാല്യൂ 4 കൊടുക്കുമ്പം ബിയുടെ വാല്യൂ 5. എയുടെ വാല്യൂ 5 കൊടുക്കും ബിയുടെ വാല്യൂ 6. എയുടെ വാല്യൂ 6 കൊടുക്കാൻ പറ്റത്തില്ല, കാരണം 7 എന്ന് പറഞ്ഞ സാധനം ഇതിലില്ല. ഓക്കെ, ഇത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ കണ്ടീഷൻസ് നിങ്ങൾക്കറിയാം. ഓക്കെ, show that the relation R given by 1 2 3 on 1 2 3 given by 1 2 2 1 is symmetric but not reflexive and transitive. ഓക്കെ, സിമെട്രിക് ആണ് എന്ന് പറഞ്ഞാൽ 1 2 3യിൽ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ 1 1 2 2 3 3 ഉണ്ടാവണം. ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് തന്നെ എഴുതാം. 1 1 2 2 അല്ലെങ്കിൽ 3 3 അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ, സോ നോട്ട് റിഫ്ലെക്സീവ് എന്നെനിക്ക് പറയാൻ പറ്റും. അടുത്തത് ഇതാ നോക്കിയേ, 1 2 ഉണ്ട്, അപ്പൊ 2 1 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, കുഴപ്പമില്ലല്ലോ. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, സോ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഉണ്ടെങ്കിൽ, അതാണ് മെയിൻ കാര്യം. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാകണം. 1 2 ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു. 1 2 ഉണ്ട്, അപ്പൊ 2 1 ഉണ്ടായിരിക്കണം. സോ എന്ത് പറയാൻ? ഡെഫിനിഷൻ എഴുതുക. AB element of R implies BA is also an element of R, so it is symmetric. Okay, ഇനി അടുത്ത നോക്കിയേ, 1 2 element of R, 2 1 element of R, so 2 തീരുന്നതാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം കിട്ടുന്ന എലമെന്റ് ഏതാ? 1 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ, സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. എഴുതാമല്ലോ, ഞാൻ ഈ കൂടെ പറയണ്ടല്ലോ. 1 2 എലമെന്റ് ഓഫ് ആർ ആണ്, 2 1 എലമെന്റ് ഓഫ് ആർ ആണ്. കമ്പൈൻ ചെയ്യുമ്പം 1 1 ഈസ് നോട്ട് എലമെന്റ് ഓഫ്. അല്ല എങ്കിൽ എങ്ങനെ പറയാം? 2 1 ഈസ് എൻ എലമെന്റ് ഓഫ് ആർ, അടുത്തത് 1 2 ഈസ് എൻ എലമെന്റ് ഓഫ് ആർ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ, അതും പറയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്ലാസ് 2 വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ് 3 കാണാം.